കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അതും ഈ ഒരു പേ ലെവൽ 7th CPC നല്ലൊരു സാലറിയിൽ ജോലി നേടാൻ പറ്റിയ സുവർണ അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ളത്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അതിനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, SSC ST PWD ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള അതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വിഫൈൻ ജോബ്സിന്റെ ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ നോൺ ടീച്ചിങ് സ്റ്റാഫ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയത്ത് വന്നിട്ടുള്ളത്. സോ നമുക്ക് നെയിം ഓഫ് ദി പോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. സോ ഇവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ് വന്നിട്ടുള്ളത്. പേ ലെവൽ വന്നിട്ടുള്ളത് 7th CPC ആണ്. ലെവൽ 12 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് 50 ആണ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് പൊസിഷൻസ് 1 ആണ്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ സിവിൽ ലെവൽ 6 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് 37 ആണ്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് CSE അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ലെവൽ 6 ആണ് പേ ലെവൽ വന്നിട്ടുള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് 37 തന്നെയാണ്. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ CSE ആണ് വന്നിട്ടുള്ളത്. അവിടെ പേ ലെവൽ വന്നിട്ടുള്ള ലെവൽ 3 ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് 32 ആണ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് പൊസിഷൻസ് 6 വേക്കൻസിയാണ് ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തത് MTS പ്ലംബർ ആണ്. ലെവൽ 3 32 ആണ് മാക്സിമം ഏജ്. നമ്പർ ഓഫ് വേക്കൻസീസ് 2 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് MTS ഇലക്ട്രീഷ്യൻ ആണ്. ലെവൽ 3 തന്നെയാണ്. മാക്സിമം ഏജ് 32. നമ്പർ ഓഫ് വേക്കൻസീസ് 2 വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ 13 വേക്കൻസീസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തായി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സോ ഇവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ വന്നിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അതായത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിഗ്രി ഇൻ ലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും കൂടാതെ എക്സ്പീരിയൻസ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓഫീസ് സിസ്റ്റത്തിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ 2 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ 5 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. സോ ഈ 2 ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ സിവിൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ആണ്. CSE പ്രോഗ്രാമിംഗ് ആണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MSc, അതും അല്ലാന്നുണ്ടെങ്കിൽ MCAയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു BTech MSc MCAയിലൊക്കെ 5 വർഷത്തെ റെലവന്റ് ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ ആണ്. നെറ്റ്വർക്കിംഗ് CSE ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ റെലവന്റ് ഫീൽഡ് വിത്ത് 2 ഇയർ റെലവന്റ് എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് MTS കം പ്ലംബർ ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് 10th +2 ITI ആണ് വന്നിട്ടുള്ളത് വിത്ത് 2 ഇയർ റെലവന്റ് എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. അതും അല്ലാന്നുണ്ടെങ്കിൽ 10th +2 ITC നേടിയിട്ട് 3 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MTS കം പ്ലംബർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് MTS കം ഇലക്ട്രീഷ്യൻ ആണ്. സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് 10th +2 ITI ആണ് വന്നിട്ടുള്ളത്. കൂടാതെ 2 വർഷത്തെ ഈ ഒരു റെലവന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ 10th +2 ITC നേടിയിട്ട് 3 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MTS കം ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അതും ഈ ഒരു പേ ലെവൽ 7th CPC നല്ലൊരു സാലറിയിൽ ജോലി നേടാൻ പറ്റിയ സുവർണ അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ളത്. സോ മാക്സിമം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് ജനറൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബേസിസ് വന്നിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ആപ്ലിക്കബിൾ ആണ്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു വാലിഡ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. പ്രത്യേകം നോട്ട് ചെയ്യുക, റിക്രൂട്ടിംഗ് staff.iit.kottayam.ac.in എന്നുള്ള അവരുടെ ഒഫീഷ്യൽ വെബ് പോർട്ട് വഴി ഓൺലൈനിലൂടെ മാത്രമേ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിലധികം പോസ്റ്റ്
പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അതിനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരൊരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ലെവൽ അനുസരിച്ചാണ് ആപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത്. സോ ലെവൽ 12 അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപയാണ് ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. ലെവൽ 6 വന്നിട്ടുള്ളത് 500, ലെവൽ 3 വന്നിട്ടുള്ളത് 250 രൂപയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, SC, ST, PWD ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലെവൽ 12 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഡെപ്യൂട്ടി രജിസ്റ്റർ ആ ഒരു പോസ്റ്റിലേക്കൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികളാണെന്ന് ഈ ഒരു 1000 രൂപയുടെ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത്. ലെവൽ 6 വരുമ്പോൾ ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് ഒക്കെയാണ് ലെവൽ 6 കാറ്റഗറിയിൽ വരുന്നത്. കൂടാതെ ലെവൽ 3 എന്ന് പറയുമ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ നെറ്റ്വർക്കിംഗ്, MTS പ്ലംബർ, MTS ഇലക്ട്രീഷ്യൻ ഒക്കെയാണ് ലെവൽ 3 കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അടുത്ത പ്രൊബേഷൻ പീരീഡ് ആണ്. സോ ഇവിടെ അപ്പോയിന്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. കൂടാതെ സാലറിക്ക് പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് ലീവ്സ്, പിന്നെ നാഷണൽ പെൻഷൻ സ്കീം, കൂടാതെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറിക്ക് പുറമെ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത ക്ലോസിംഗ് ഡേറ്റ് ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് December 22 അതായത് ഈ മാസം 22 തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള അതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ജോലി നേടാൻ പറ്റിയ സുവർണാവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നല്ല സാലറിയിലൊക്കെ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ വിശദമായി നോക്കിയത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത്. അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിട്ടുള്ള https://recruitstaff.iit.kottayam.ac.in എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് തന്നിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് 2025 എന്നുള്ള ഈ ഒരു പേജാണ് ലഭിക്കുക. സോ ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയം വന്നിട്ടുള്ള അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് പേജാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ അപ്ലൈ ഫോർ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ആപ്ലിക്കേഷൻ പോർട്ടൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ് വേണം. സോ നിങ്ങൾ വാലിഡ് ഇമെയിൽ അഡ്രസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP കിട്ടും. സോ ആ ഒരു OTP വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ nice day.